അങ്ങനെ 8 മണിക്കൂറത്തെ യാത്രയ്ക്കൊടുവിൽ നമ്മളിപ്പോൾ ഗുരുവായൂർ എത്തിയിട്ടുണ്ട്. സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി 10 മിനിറ്റ് നടന്നാൽ നമുക്ക് ഗുരുവായൂർ അമ്പലത്തിലെത്താം. ഞാനിനി പറയാൻ പോകുന്നത് എത്ര പേർക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. കാരണം അത്രയ്ക്ക് ആഗ്രഹിച്ചിരുന്നായിരുന്നു ഗുരുവായൂർ പോയി കണ്ണനെ കാണണം എന്നുള്ളത്. അങ്ങനെ ആദ്യമായിട്ടാണ് ഇപ്പോൾ കണ്ണനെ കാണാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ മനസ്സിലിപ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷവും തോന്നുന്നുണ്ട്. അങ്ങനെ ക്ലോക്ക് റൂമിൽ പോയി സാധനങ്ങളും കൊടുത്തിട്ട് നമ്മൾ രാത്രി ഒരു 12:30 കൂടിയിട്ട് ക്യൂ നിൽക്കാൻ തുടങ്ങിയതാണ്. രാവിലെ ഒരു 8 മണിയോട് കൂട്ടിയിട്ട് നമുക്ക് കണ്ണൻ്റെ ദർശനം ലഭിച്ചു. അതും പാലഭിഷേകത്തോടു കൂടിയുള്ള ദർശനം. ഗുരുവായൂർ പോകണമെന്നുള്ളത് ഗുരുവായൂർ പോയി കണ്ണനെ കണ്ട് എന്താ പറയുക നല്ല സന്തോഷം. അങ്ങനെ കാത്തിരുന്ന ആളെയും കണ്ട് കൊണ്ടുവന്ന സമ്മാനവും കൊടുത്തിട്ട് വഴിപാടുകളും കഴിപ്പിച്ച് പാൽപ്പായസവും മേടിച്ചിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി. കുറച്ച് സാധനങ്ങളും മേടിച്ചുകൊണ്ട് അതിനുശേഷം അമ്പലത്തിൽ നിന്ന് തന്നെയുള്ള അന്നദാനവും കഴിച്ചിട്ട് അടുത്ത് നമ്മൾ പോകുന്ന ഒരു സ്ഥലത്തേക്കാണ്. ഗുരുവായൂർ വന്നിട്ട് എങ്ങനെ ആനക്കോട്ട കാണാതെ തിരിച്ചു പോവാം. കേട്ടറിയാൻ സാധിച്ചത് ഇവിടെ 60-ലധികം ആനകളുണ്ടെന്നാണ്. ഗുരുവായൂർ അമ്പലത്തിലേക്ക് നേർച്ചയായി ലഭിച്ച ആനകളാണ് ഇവിടെ ഉള്ളത്. മുതിർന്നവർക്ക് വെറും 20 രൂപയും കുട്ടികൾക്ക് വെറും 10 രൂപ മാത്രമാണ് ഇവിടെ ചാർജ് ആവുന്നത്. പണ്ടത്തെ പുന്നത്തൂർ രാജാവിൻ്റെ വാസസ്ഥലമായിരുന്ന ഇവിടം ആനക്കോട്ട എന്ന പേരിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. അപ്പോൾ ഗുരുവായൂർ വരുന്നവർ ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോവാം. അങ്ങനെ ആനക്കുട്ടന്മാരുടെ രസകരമായ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് അമ്പലത്തിലേക്ക് തന്നെ പോയി. അമ്പലത്തിൽ നല്ല ഇടിയോട് കൂടിയിട്ടുള്ള മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. എത്ര താമസിച്ചിട്ടായാലും ഞങ്ങൾ ശിവേലിയും കണ്ടിട്ട് കണ്ണനോട് ഇനിയും ഞങ്ങൾക്ക് ഇവിടെ വരാൻ സാധിക്കണേ കണ്ണെന്നും പറഞ്ഞുകൊണ്ട് അടുത്ത ട്രെയിനും പിടിച്ച് നാട്ടിലേക്ക് തിരിച്ചു.